ഇന്ന് നമുക്ക് ഒരു അടിപൊളി കക്ക ഇറച്ചി തയ്യാറാക്കാം. ആദ്യം നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കഴുകി വാരി എടുക്കാം. നമുക്ക് കഴുകി വാരി റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് തിളച്ച് വരുന്ന വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം ചൂടായിട്ടുണ്ട്. കക്ക നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഉണ്ട്, എല്ലാം പിളർന്ന് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് കോരി മാറ്റി തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിത് തണുത്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ പണി തുടങ്ങുന്നത്. നല്ലൊരു പണിയുണ്ട്, ഇതിന് കാണിച്ചു തരാം. തണുത്ത വെള്ളത്തിലിട്ട് ഇതെല്ലാം ഒന്ന് തണുത്തിട്ടുണ്ട്. നമ്മളിനി ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇത് വൃത്തിയാക്കുന്നതിനകത്തുള്ള ഇതെന്ന് വെച്ചാൽ ഇത് ഇതുപോലെ എടുത്ത് ഇതിൻ്റെ അഴുക്ക് കളയണം. കണ്ടോ, ഇങ്ങനെ ഞെക്കി വരുമ്പോൾ ഉണ്ടോ, ഈ അഴുക്ക് ഇനി കളയണം. ഇനി ഈ അഴുക്ക് കളഞ്ഞതിന് ശേഷമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ടോ, ഇതുപോലെ എടുത്ത് മൊത്തം കണ്ട് ഇതുപോലെ ഇങ്ങ് പോരും. ഈ അഴുക്ക് മൊത്തം കളഞ്ഞ് കക്ക വൃത്തിയാക്കി എടുത്ത് കഴിയുമ്പോൾ കാണിക്കും. അങ്ങനെ നമ്മുടെ കക്ക എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അഴുക്കെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇനി കക്ക ഇറച്ചിക്കുള്ള സാധനങ്ങളാണിത്. ചെറിയ ഉള്ളി, സവാള 2 എണ്ണം, ചെറിയ ഉള്ളി ഇത്ര എടുത്തിട്ടുണ്ട്, തേങ്ങാക്കൊത്ത്, പച്ചമുളക് അരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി, കറിവേപ്പില. ഇതിലേക്കുള്ള പൊടികളൂടെ പറയാം. മുളക് പൊടി നമ്മൾ ഇത്രയും മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടി, കുരുമുളക് പൊടി 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. കുരുമുളക് ആവശ്യത്തിനുള്ള മസാല കൂടി ചേർത്ത് കൊടുക്കണം. ഇറച്ചി മസാല കൂടി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം കൂടി ഒന്നിട്ട് വഴറ്റിയെടുക്കാം. ഇതുപോലെ വാടി നല്ലോണം വഴണ്ട് വരുന്നുണ്ട്. ഒരു ശകലം കുറച്ചുകൂടി ഒന്ന് വഴലാനുണ്ട്. നമ്മൾ ഇതെല്ലാം ഒന്ന് കോരി എടുത്തിട്ടുണ്ട്. ഇതുപോലെ പരുവത്തിന് കോരി എടുത്തിട്ടുണ്ട്. കോരിയതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുത്ത് ഈ കക്ക കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. കക്ക നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എടുത്തിട്ട് ചട്ടി വെച്ച് കൊടുക്കാം. നമുക്ക് ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. മസാലയെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടുന്ന പൊടിയെല്ലാം നേരത്തെ എടുത്ത് വെച്ചിരുന്നത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് പൊടിയൊന്ന് മൂത്ത് കഴിയുമ്പോൾ പൊടി ഇതുപോലെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇറച്ചിയാക്കുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്, തോരനായിട്ടല്ല വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിലോട്ട് ഈ വറുത്ത് വെച്ചിരിക്കുന്ന സാധനം എല്ലാം കോരിയിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന സാധനം എല്ലാം ഇട്ട് കക്ക കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി നമുക്ക് അടച്ച് വെച്ച് നല്ലോണം ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി നല്ല ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇതൊന്ന് ഇളക്കി മൂടി വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഇതിൻ്റെ ആവിയിൽ ഈ എണ്ണയ്ക്കകത്ത് ഇത് വെന്ത് വരണം. വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല. തുള്ളി നമുക്ക് ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നല്ല രീതിക്ക് ഇതാവി വന്നു കഴിയുമ്പോൾ എണ്ണയ്ക്കകത്തിരുന്ന് ഇത് വെന്ത് വരണം. വെള്ളം ഒട്ടും നമ്മൾ ചേർത്തിട്ടില്ല. നമുക്കിത് റെഡി ആയിട്ടുണ്ടോയെന്ന് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ കക്ക ഇറച്ചി അടിപൊളി കക്ക ഇറച്ചിയായിട്ട് വന്നിട്ടുണ്ട്. ഫ്ലെയിമെല്ലാം നമുക്കിനി ഓഫാക്കി കൊടുക്കാം.
നമ്മുടെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.